സ്വർണകുംഭം കിർഗിസ്ഥാനില് തുരുന്നെടുക്കുന്നത് ഇന്ത്യ ചരിത്രം കുറിച്ച് ഡെക്കാന് ഗോൾഡ് മൈൻസ്. ഡൽഹി രാജ്യത്തിന്റെ സ്വർണഖനന മോഹങ്ങൾക്ക് ശക്തി പകരുന്ന പ്രധാന കമ്പനികളിൽ ഒന്നാണ് ഡെക്കാൻ ഗോൾഡ് മൈൻസ്. ആന്ധ്രാപ്രദേശിലെ ജോനാഗിരി ജില്ലയിലെ കമ്പനിയുടെ നേതൃത്വത്തില് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണഖനി പ്രവർത്തനത്തിന് സജ്ജമായതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇപ്പോഴിതാ ഡെക്കാൻ ഗോൾഡ് മൈൻസ് തങ്ങളുടെ പ്രവർത്തനം രാജ്യത്തിന് പുറത്തേക്കും വലിയ തോതിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കിർഗിസ്ഥാനിലെ തങ്ങളുടെ പ്രധാന സ്വർണ്ണ ഖനന പദ്ധതിയായ ആൾട്ടിൻ ടോർ ഗോൾഡ് പ്രോജക്റ്റിൽ വലിയ നിർമ്മാണ പുരോഗതി കൈവരിച്ചുവെന്നാണ് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2025 രണ്ടാം പകുതിയിൽ ഈ പദ്ധതിയുടെ ക്രഷിംഗ്, മില്ലിംഗ് സർക്യൂട്ടുകൾ പ്രവർത്തനക്ഷമമാകും. കിർഗിസ്ഥാനിലെ സ്വർണ്ണ സമ്പന്നമായ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പദ്ധതി ഡെക്കാൻ ഗോൾഡിന് 60% നിയന്ത്രണ പങ്കാളിത്തമുള്ള അവേലം പാർട്ട്നേഴ്സ് LLCയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഖനിയിലെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇത് മധ്യേഷ്യയിലെ ആദ്യ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്വർണ്ണ ഉൽപ്പാദന കേന്ദ്രമായി മാറുമെന്നും ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബോൾമിൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും പ്രധാന ഉപകരണങ്ങളുടെ നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും ചെയ്തതോടെ ഞങ്ങൾ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാൻ പോകുകയാണ്. ഉത്തരവാദിത്തപൂർണമായ ഖനനവും വേഗത്തിലുള്ള സ്വർണ്ണ പ്രോസസ്സിംഗും ഒരുമിച്ചു പോകുമെന്നതിന്റെ തെളിവാണിത്, ഡെക്കാൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹനുമ പ്രസാദ് മൊദാലി വ്യക്തമാക്കി. പമ്പുകൾ, കംപ്രസറുകൾ, കൺവെയറുകൾ എന്നിവ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവ 4 ആഴ്ചയ്ക്കുള്ളിൽ സൈറ്റിലെത്തും. കിർഗിസ്ഥാന്റെ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ക്രഷിംഗ്, മില്ലിംഗ് സർക്യൂട്ടുകൾ പ്രവർത്തനക്ഷമമാക്കാനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുന്നു. ഇത് വെറുമൊരു ഖനന പദ്ധതി മാത്രമല്ല, ഒരു സാമ്പത്തിക ഉത്തേജകം കൂടിയാണ്, മൊദാലി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെയും കിർഗിസ്ഥാനിലേതും ഉൾപ്പെടെ നിരവധി തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതിൽ കിർഗിസ്ഥാനിൽ നിന്ന് മാത്രം 150-ലധികം പേരുണ്ട്. ഏകദേശം 5000 മീറ്റർ ഡ്രില്ലിംഗ് പരിപാടിയിലൂടെ പദ്ധതി കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമങ്ങളും കമ്പനി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയ പര്യവേക്ഷണത്തിൽ നിലവിലെ പിറ്റ് ഡിസൈനിന്റെ പടിഞ്ഞാറും താഴെയുമായി ഉയർന്ന ഗുണനിലവാരമുള്ള സ്വർണ്ണ നിക്ഷേപത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. 2003 സ്ഥാപിതമായ ഡെക്കാൻ ഗോൾഡ് മൈൻസ് ഇന്ത്യയിലെ ആദ്യത്തെയും ഏക BSE ലിസ്റ്റഡ് സ്വർണ്ണ പര്യവേഷണ കമ്പനിയാണ്. ഇന്ത്യക്ക് പുറേ മൊസാംബിക്ക്, കിർഗിസ്ഥാൻ, ഫിൻലൻഡ് എന്നിവിടങ്ങളിൽ കമ്പനിക്ക് ഖനികളുണ്ട്. അതേസമയം ജോനഗിരിയിലെ ഖനം പ്രവർത്തനം ആരംഭിച്ചാൽ വാർഷിക ഉത്പാദനം 1.2 ടൺ സ്വർണമായിരിക്കുമെന്നാണ് പ്രതീക്ഷ. 2023 തന്നെ ഖനിയിൽ നിന്ന് ഉത്പാദനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇവിടുത്തെ സ്വർണ്ണ ഖനന സംസ്കരണ പ്ലാന്റ് ഖനനം ചെയ്യപ്പെടുന്ന അസംസ്കൃത സ്വർണം ശുദ്ധീകരിച്ച് വിപണന യോഗ്യമാക്കുന്നതിനുള്ള അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. 1990-കളുടെ തുടക്കത്തിലാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ GSI ഈ മേഖലയിൽ ആദ്യമായി സർവേ നടത്തുന്നത്. വിശദമായ പരിശോധനയിൽ പ്രദേശത്തെ ഒന്നിലധികം ബ്ലോക്കുകളിൽ സ്വർണമടങ്ങിയ പാറയുള്ളതായി സ്ഥിരീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ പ്രവർത്തനക്ഷമമായ സ്വർണഖനിയായി ഈ പദ്ധതി മാറുമെന്നും ഇത് ലാഭകരമാകുമെന്നും ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും വ്യക്തമാക്കുന്നു.